മക്കളെ, നമുക്കിന്ന് മാർച്ച് എന്ന സുശീൽ ശുക്ല എഴുതിയിട്ടുള്ള സംസ്മരണാത്മക ലേഖ പഠിക്കാം. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. സുശീൽ സിംഗിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് മാർച്ച് മാസത്തിനെ കുറിച്ച്. മാർച്ച് മാസം എക്സാമിന്റെ മാസമാണ് അല്ലേ? എന്താണ് പറഞ്ഞത് നോക്കാം. മാർച്ച് കെ ദിനോ ഹാത്തോമേ കിതാബേ, മാർച്ച് മാസങ്ങളിൽ കൈകളിൽ പുസ്തകവും ആങ്കോമേ നീന്തേ, കണ്ണുകളിൽ ഉറക്കവുമാണ് ഉണ്ടാവുന്നത്. दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलकें गींज जाते. രണ്ട് പേജ് മറിക്കുമ്പോഴേക്കും രണ്ട് പേജ് പലട്ടിന മറിക്കുക, രണ്ട് പേജ് മറിക്കുമ്പോഴേക്കും നീന്തക്കെ ഹാത്ത് ആക്കർ ഉറക്കത്തിന്റെ കൈകൾ വന്നിട്ട് ആങ്കോംപർ പലക്കേം ഗീഞ്ച് ജാത്തെ കൺപോളകളെ വലിച്ചു താഴ്ത്തും. उन दिनों अक्सर ये सोचते हैं कि काश आंखें बंद किए पढ़ाई हो पाती. ആ ദിവസങ്ങളിൽ മിക്ക സമയങ്ങളിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആങ്കേം ബന്ധിക്കിയെ പഠായി ഹോ പാത്തി, കണ്ണുകൾ അടച്ചുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. തബ് കിത്തനാ മസ ആത്ത, അപ്പോൾ എന്തു രസമായിരിക്കും. സോയേ സോയേ പഠിത്തേ രഹത്തെ, ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ പഠിക്കാം. ഗണ്ടോം പഠനേമേ ലഗേ, മണിക്കൂറുകളോളം പഠനത്തിൽ മുഴുകാം. ഗർവാലോ സിദ്ധ് കർത്തെ, വീട്ടുകാർ നിർബന്ധിക്കും. അബ് ബസ്, ഇനി മതി. കരോ ബഹുത്ത് പഠിലിയ, ഇനി മതിയാക്കൂ. എന്താണ്? ബഹുത്ത് പഠിലിയ, വളരെയധികം പഠിച്ചിട്ടുണ്ട്, കുറേ പഠിച്ചു, ഇനി മതി, ഇനി മതിയാക്കൂ എന്ന് വീട്ടുകാർ നിർബന്ധിക്കും. ബസ് ഏക് ഗണ്ടേ ആർ പഠിലേ കാക്കർ ഹം ചാദർ അപ്നെ ഊപ്പർ ഗീഞ്ച് ലേത്തെ. ഏക് ഗണ്ടേ, ഒരു മണിക്കൂർ കൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ചാദർ അപ്പനെ ഊപ്പർ ഗീഞ്ച് ലേത്തെ, പുതപ്പ് സ്വന്തം ശരീരത്തിലേക്ക് വലിച്ചിടും, അതായത് പുതച്ച് മൂടി കിടക്കും എന്നാണ് പറഞ്ഞത്. ഇംതിഹാൻ ഖത്മ ഹോത്തെ തോ നീന്ത് ബി ഗായബ് ഹോ ജാത്തി. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ എക്സാം, പരീക്ഷ. പരീക്ഷ അവസാനിക്കുമ്പോൾ നീന്ത് ബി ഗായബ് ഹോ ജാത്തി, ഉറക്കവും നഷ്ടപ്പെടും. തബ് ദേർ രാത് തക്ക് ജാഗാ കർത്തെ, അപ്പോൾ രാത്രി കുറേ വൈകി വരെ ഉണർന്നിരിക്കും, കുറേ സമയം ഉണർന്നിരിക്കും രാത്രി, ഉറക്കമില്ലാതെ ഇരിക്കും എക്സാം കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത്. രാത്തോം കെ ആസമാൻ താരോം സെ ബരെ ഹോത്തെ ആ രാത്തോം കി സെമീൻ കിസ്സോം കഹാനിയോം സെ. രാത്രിയിലെ ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞതാണ്, എന്നാൽ രാത്രിയിലെ ഭൂമി കഹാനിയാൽ കഥകളാൽ നിറഞ്ഞതാണ്. മേരെ ഘർ കെ സാമനെ നീമക്ക പിടുത, എൻ്റെ വീടിന് മുന്നിൽ, സാമനെ മുന്നിൽ, നീമക്ക പിടുത ഒരു വേപ്പ് മരമുണ്ടായിരുന്നു. ഉസ്കി ആദി ടഹനിയ ഗർമേ ഗുസി ചലി ആത്തിതി, അതിൻ്റെ പകുതിയോളം ചില്ലകൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. നീം ശരാരത്തൻ ഗർക്കി തരഫ് ജ്യാദാ ഫൈൽത്ത, വേപ്പുമരം ഒരു വികൃതിയെ പോലെ ഗർക്കി തരഫ് ജ്യാദാ ഫൈൽത്ത, വീടിന് നേരെ കൂടുതലും ഇങ്ങനെ വളർന്നു വന്നു. ഉസ്കി ഗിൽഹരിയാം और कौवे घर के बेहिचक आते जाते, അതിലൂടെ അണ്ണാനും അതുപോലെ തന്നെ കാക്കകളും ഒക്കെ വീട്ടിനുള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. ഹമേ ലഗ്താ കി ഉൻകാ ഹി തോ ഘർ ഹേ ജിസ്മേ ഹം രഹ്നെ ചലേ ആയേ ഹേ. ഞങ്ങൾക്ക് തോന്നും, ഈ കാക്കകളുടെയും അണ്ണാന്റെയൊക്കെ പ്രവൃത്തി കണ്ടാൽ ഞങ്ങൾക്ക് തോന്നും ഈ വീട് അവരുടേതാണെന്ന്. ജിസ്മേ ഹം രഹ്നെ ചലേ ആയേ ഹേ, നമ്മളതിൽ താമസിച്ച് പോകാൻ വന്നവരാണ് എന്ന് തോന്നും. ലേഖകനൊക്കെ അവിടെ താമസിക്കാൻ വന്നവരാണെന്നും അത് അണ്ണാന്റെയും കാക്കയുടെയും വീടാണ് എന്ന് തോന്നും. അത്രയ്ക്കായിരുന്നു അവരുടെ വീടുമായിട്ടുള്ള ബന്ധം. മാർച്ച് മേ നീം തലേ ബട്ട് കിതാബ് പഠിത്തേ, മാർച്ച് മാസത്തിൽ വേപ്പുമരത്തിന് താഴെ ഇരുന്ന് പുസ്തകം വായിക്കും. നീം കി കോയി പീലി പത്തി കിതാബ് പർ ആ ഗിർത്തി, ആ വേപ്പുമരത്തിന്റെ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ, പീലി പത്തി മഞ്ഞ നിറത്തിലുള്ള ഇലകൾ പുസ്തകങ്ങളിലേക്ക് വീഴും. മേം പത്തിക്കോ ദേഖ്താ രഹത്ത, ഞാൻ ആ ഇലകളിലേക്ക് തന്നെ നോക്കിയിരിക്കും. ഉസ്കെ പീലെ രംഗുക്കോ, അതിന്റെ മഞ്ഞ നിറം. കൈ സവാൽ മൻമേ ആത്ത, അതിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് കൈ സവാൽ, പല ചോദ്യങ്ങളും മനസ്സിലേക്ക് വരും. ക്യാ പീലെ രംഗ് കെ നീച്ചെ സരൂർ പത്തി അബീബി ഹരി ഹോഗി, ഈ മഞ്ഞ നിറത്തിന് അടിയില് ഇപ്പോഴും ഇലക്ക് പച്ച കളർ ഉണ്ടാകുമോ? कभी लगता शायद हरा रंग की पीले में बदल गया,
ചിലപ്പോൾ തോന്നും ഒരു പക്ഷേ പച്ച നിറം മഞ്ഞയായി മാറിയതായിരിക്കും. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി യാ ഉസേ ഗിർ ജാനാ ഹെ. इसलिए पीली हो गई. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി. ഇല മഞ്ഞ കളറായി അതുകൊണ്ട് അത് വീണു. ഇലയ്ക്ക് മഞ്ഞ കളറായതുകൊണ്ട് അത് താഴോട്ടേക്ക് വീണു. യാ അങ്ങനെയല്ലെങ്കിൽ ഉസേ ഗിർ ജാനാ ഹേ ഇസ്ലിയെ പീലി ഹോ ഗയി. അതിനെ വീഴാൻ വേണ്ടിയിട്ട് അത് മഞ്ഞ കളറായി. അതായത് അത് താഴേക്ക് വീഴാൻ വേണ്ടി മഞ്ഞ കളറായതാണോ അതോ മഞ്ഞ കളർ ആയതുകൊണ്ട് അത് താഴേക്ക് വീണതാണോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ആ ഇല കാണുന്ന സമയത്ത് ലേഖകന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. മാർച്ച് की हवाएं पन्नों के दरवाजे फड़फड़ा देती. മാർച്ചിലെ കാറ്റ് പുസ്തകത്താളുകളിൽ ഫഡ്ഫഡാദേന. ഫഡ്ഫഡാന പറഞ്ഞാല് ചിറകടിക്കുക. അതായത് പുസ്തകത്തിലേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതിന്റെ പുസ്തകത്താളുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ചിറകടിക്കുന്നത് പോലെയാണ് അവലെ. അപ്പൊ പുസ്തകത്താളുകൾ എന്താവാണ്? ചിറകടിക്കുക, അതായത് ശബ്ദം ഉണ്ടാക്കുകയാണ് പുസ്തകത്താളുകൾ കാറ്റടിച്ചിട്ട്. हम उन्हें ज्यादा इंतजाम न करवाते और पत्ती को उन जल्दबाज हवाओं के हवाले कर देते. ഞങ്ങൾ അതിനെ അധികം ജ്യാദ ഇന്തസാറിനെ കർവാത്തെ കൂടുതൽ ഇന്തസാർ കർണ കാത്തിരിക്കുക, കൂടുതൽ നേരം അതിനെ താളുകളിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയ സമയത്ത് അത് കൂടുതൽ സമയം അവിടെ നിൽക്കാതെ എന്തു ചെയ്തു? ഹവായെ ബത്തോക്കെ ദർവാസെ ഫട്ഫടാത്തെ ഹം ഉन्हें ज्यादा इंतजार न करवाते और पत्ती को उन जल्दबाज हवाओं के हवाले कर देते. ഇലകളെ ആ ധൃതിയിൽ വരുന്ന കാറ്റിനെ ഏൽപ്പിച്ചു. അതായത് ആ പുസ്തകത്തിനെ വിട്ടിട്ട് കാറ്റ് എന്തിനെ എടുത്തു എന്ന് പറയണത്? ഇലകളെ അങ്ങനെ പറത്താൻ തുടങ്ങി. കാറ്റ് ഇലകളെ പറത്താൻ തുടങ്ങി. വേ പത്തി കോ അപ്പനി ഡാലി മേ ടാങ് കർ रफू चक्कर हो जाती. വേ പത്തി കോ അപ്പനി ഡാലി മേ ഡാണ്ട്കർ. ആ ഇലകളെ അത് സ്വന്തം കൊമ്പിൽ തൂക്കിയിട്ടിട്ട്, അതായത് കാറ്റ് ഇലകളെയും കൊണ്ടിട്ട് ഇങ്ങനെ കാറ്റിനൊപ്പം ഇലകൾ പറക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. മാർച്ച് അപ്പനെ പലാശ് മേ ഗും യഹ് സബ് കുച്ച് ദേഖത്താ രഹതാ. മാർച്ച് പലാശമരത്തിൽ ഇരുന്നു കൊണ്ട് ഈ എല്ലാ ദൃശ്യവും അവിടെ ഇരുന്ന് ആ പലാശമരത്തിൽ മറഞ്ഞിരുന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ മാർച്ച് മാസത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മാർച്ച് മാസത്തിലെ പരീക്ഷയും ആ സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന ഉറക്കവും അതിനെ കുറിച്ചൊക്കെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ലേഖകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മാർച്ച് എന്ന ഈ ലേഖ് ഇവിടെ അവസാനിച്ചു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, മീനിങ്ങും പഠിക്കുക.